السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. 77-ാമത്തെ അധ്യായം സൂറത്തുൽ മുർസലാത്തിലെ 20-21 വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم. ألم نخلقكم من ماء مهين فجعلناه في قرار مكين. 19 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വായിച്ചത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും റിസാലത്തിനുള്ള തെളിവുകളും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും അത് നിഷേധിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ചിട്ടുള്ള പൂർവികരായ ആളുകൾ നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചും ഒക്കെയാണ് മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ള ആയത്തുകളിൽ പരാമർശിച്ചിട്ടുള്ളത്. 20-ാമത്തെ ആയത്ത് ഒരു ചോദ്യ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അലം നഖ്ലുഖുക്കും മിൻ മാഇൻ മഹീൻ. ഖലഖ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാവുന്നതാണ് സൃഷ്ടിച്ചു എന്നത്. ഖലഖ എന്ന പദവുമായി ബന്ധപ്പെട്ട അല്പം വിശദമായ ചില കാര്യങ്ങൾ നമ്മൾ 30-ാമത്തെ ജുസ്ഇൽ പരാമർശിച്ചിട്ടുണ്ട്. സൃഷ്ടിച്ചു എന്നതിന് ഖലഖ എന്നത് മാത്രമല്ല, വേറെയും പദപ്രയോഗങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പര്യായ പദങ്ങളായി വന്നതല്ല, ഓരോന്നും വ്യത്യസ്ത ആശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നതൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ പിന്നീട് അല്പം കൂടെ വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇവിടെ ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്. യഖ്ലുഖു എന്ന് പറഞ്ഞാൽ അതിന്റെ മുദാരി ആണ്, സൃഷ്ടിക്കുന്നു എന്നാവും. മുന്നിൽ ഒരു അക്ഷരം കൂടി ചേർന്ന് വന്നു, യാ വന്നു, അപ്പൊ ടെൻസ് മാറി. ഖലഖ സൃഷ്ടിച്ചു എന്നാണെങ്കിൽ യഖ്ലുഖു എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നു. ആ യാക്ക് പകരം ഇവിടെ വന്നിട്ടുള്ളത് നൂനാണ്, നഖ്ലുഖു എന്നാണ്. അപ്പൊ സബ്ജക്റ്റ് മാറി, ചെയ്യുന്ന ആള് മാറി. നാം സൃഷ്ടിക്കുന്നു എന്നാകും. നാം സൃഷ്ടിക്കുന്നു. ആ നഖ്ലുഖു നാം സൃഷ്ടിക്കുന്നു എന്ന പദത്തിന്റെ മുന്നിൽ ലം വന്നാൽ അതിന് നിഷേധിക്കലാവും. നാം സൃഷ്ടിച്ചില്ല എന്നാവും. ലം നഖ്ലുഖ്. ലമ്മ വരുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നഖ്ലുഖു എന്ന മുദാരിയായ ക്രിയ നഖ്ലുഖ് എന്നാവും. ജസ്മ് ചെയ്യപ്പെടും മുദാരിയായ ക്രിയ മുന്നിൽ ലം വന്നാൽ. ലമ്മിന് ജസ്മിന്റെ ഹർഫ് എന്ന് പറയാം. സാധാരണ മുദാരിയായ ക്രിയ ജസ്മ് ചെയ്യൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ നൽകിയിട്ടാണ്. പക്ഷെ ആ രൂപത്തിലല്ലാതെയും ജസ്മ് ചെയ്യപ്പെടും. അത് ഏതൊക്കെ രൂപത്തിലാണ് എന്ന് പിന്നീട് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ ജസ്മ് ചെയ്യപ്പെട്ടത് ലം മുന്നിൽ വന്നപ്പോൾ ജസ്മ് ചെയ്യപ്പെട്ടത് നഖ്ലുഖ് അവസാനത്തെ ഖാഫിന് സുക്കൂൻ നൽകിക്കൊണ്ടാണ്. ലം നഖ്ലുഖ് അർത്ഥം വരിക നാം സൃഷ്ടിച്ചില്ല എന്നാവും. നഖ്ലുഖു നാം സൃഷ്ടിക്കുന്നു, ലം നഖ്ലുഖ് നാം സൃഷ്ടിച്ചില്ല. അതിന്റെ മുന്നിൽ ഒരു ഇസ്തിഫാമിനുള്ള അഥവാ ചോദ്യത്തിനുള്ള ഒരു അക്ഷരം കൂടെയുണ്ട്, ഒരു അദാത്ത് കൂടെയുണ്ട്. അത് ഹംസയാണ്. അത് ചോദ്യത്തിനുള്ളതാണ്. അലം നഖ്ലുഖ് നാം സൃഷ്ടിച്ചില്ലേ. ആരെ? കും നിങ്ങളെ. എന്തിൽ നിന്നും? ഖലഖയോട് ചേർന്ന് വരുന്ന ഒന്നാണ് മിൻ. അതാണ് നാം ഖലഖ എന്ന പദത്തിന്റെ വ്യത്യസ്തതയായിട്ട് മുമ്പ് പരാമർശിച്ചിട്ടുള്ളതും. ഒന്നിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് വരിക ഖലഖ എന്ന് വരുമ്പോൾ. മിൻ ഇൽ നിന്നും, ഫ്രം എന്നർത്ഥമാണ് മിൻ. എന്തിൽ നിന്നും? മാഇൻ. മാ നമ്മൾക്ക് വളരെ പരിചിതമായ പദമാണ്, വെള്ളം. ആ വെള്ളത്തിനൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട് ഇവിടെ. എങ്ങനെയുള്ള വെള്ളം? മഹീനിൻ, മഹീനായ. മാ എന്ന പദത്തിന്റെ വിശേഷണമായതുകൊണ്ടാണ് അത് മഹീനിൻ എന്ന് പറഞ്ഞത്. കാരണം മാ ഇൻ എന്നാണ്. അപ്പം അതിന്റെ വിശേഷണം മഹീനിൻ എന്നാവണം. ഏതിനെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആ വിശേഷിപ്പിക്കപ്പെടുന്ന പദത്തിന്റെ ഗുണങ്ങളൊക്കെ വിശേഷണത്തിന് അറബിയിൽ പറയുന്ന നഅത്തിനും ഉണ്ടാകും.
അത് പുല്ലിംഗമാണെങ്കിൽ ഇത് പുല്ലിംഗമായിരിക്കും. അതിന്റെ ഹർക്കത്ത് എന്താണോ അത് തന്നെ, അതിന്റെ ആറാബ് എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെ. മാ ഇൻ എന്ന് വന്നപ്പം മഹീനിൻ എന്ന് വന്നു. മാ ഇൻ എന്ന് വരാൻ കാരണം മാ ഇൻ എന്നതിന്റെ മുന്നേ മിൻ എന്ന ജറിന്റെ ഹർഫ് വന്നു എന്നതാണ്. മിൻ മാ ഇൻ. ആ മാ ഇന് വിശേഷിപ്പിക്കുന്ന പദമാണ് മഹീൻ, മഹീനായ. അതുകൊണ്ടാണ് മഹീനിൻ എന്ന് വന്നത്. മാ ഇൻ മഹീനിൻ. മഹീനായത് എന്ന് പറഞ്ഞാൽ, ഹാന എന്ന് പറഞ്ഞാൽ ദഅഫ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, ദുർബലമായതൊക്കെ. മഹീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അതാണ്, ദുർബലമായത് അല്ലെങ്കിൽ നിസ്സാരമായത് എന്നൊക്കെ പറയാം. ദുർബലമായ, അത്ര ഫലമില്ലാത്ത, അല്ലെങ്കിൽ നിസ്സാരമായ വെള്ളത്തിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചില്ലേ? അതാണ് ചോദ്യം. അലം നഖ്ലുക്കും മിൻ മാഇൻ മഹീൻ. ദുർബലമായ അല്ലെങ്കിൽ നിസ്സാരമായ വെള്ളത്തിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചില്ലേ? ഈ ചോദ്യം നമ്മൾ മറുപടി പറയാൻ വേണ്ടിയുള്ളതല്ല. ഖുർആൻ ഇങ്ങനെ പലയിടത്തും ചോദ്യങ്ങളുടെ രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. അവയൊന്നും അതെ നീ ഞങ്ങളെ ദുർബലമായ ഒരു വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് പടച്ചോനൊരു പ്രസ്താവന നടത്താണ്. അങ്ങനെ നിസ്സാരമായ വെള്ളത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലെന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ അത് നമ്മളെ ഒന്നുകൂടെ ഉണർത്തും, നമ്മളുടെ ചിന്തയെ ഒന്നുകൂടെ ഉണർത്തും. ഒരു ചോദ്യ രൂപത്തിൽ ആ പ്രസ്താവന നടത്തുമ്പോൾ ശരിയാണല്ലോ, നിസ്സാരമായ വെള്ളത്തിൽ നിന്നല്ലേ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടുള്ളത്. നമുക്ക് എത്രമാത്രം അഹങ്കരിക്കാനൊക്കെ ഉള്ളത്. നമ്മൾ എന്തായിരുന്നു? നമ്മൾ വളരെ നിസ്സാരമായ അല്ലെങ്കിൽ വളരെ ദുർബലമായ ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്ന് ശ്രവിക്കുന്ന ദ്രവരൂപത്തിലുള്ള ഒരു വസ്തുവിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, ഒരു വെള്ളത്തിൽ നിന്നാണ് നമ്മൾ പടക്കപ്പെട്ടിട്ടുള്ളത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ചിന്ത നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതാണ് ആ ആയത്തിന്റെ ആശയം. പറയണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്ത് കൂടെ കഴിഞ്ഞിട്ട് പറയാം. ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ. എന്നിട്ട് ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തോട് ചേർത്ത് പറയാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഫ എന്നത്. ചേർത്ത് പറയാൻ ഫ മാത്രമല്ല, വാ ഉപയോഗിക്കും, സുമ്മ ഉപയോഗിക്കും. മുഹമ്മദുൻ, മുഹമ്മദ് വന്നു. വ അഹ്മദു, അഹ്മദും വന്നു. അപ്പൊ രണ്ടും നമ്മൾ ചേർത്ത് പറഞ്ഞു, അഹമ്മദിന്റെ വരവും മുഹമ്മദിന്റെ വരവും. പക്ഷേ വ ഉപയോഗിച്ച് നമ്മൾ രണ്ടിനെയും ചേർക്കുമ്പം ആര് ആദ്യം വന്നു എന്ന ആ ക്രമമൊന്നും അതിൽ ഉൾക്കൊള്ളണം എന്നില്ല. എന്നാൽ ഫ വന്നാലും സുമ്മ വന്നാലും ഒന്നിന് ശേഷമാണ് മറ്റൊന്ന് വന്നത് എന്ന് വരും. അതിൽ തന്നെ ഫയാണ് വന്നതെങ്കിൽ തൊട്ടുടനെ എന്ന ഒരു ആശയം കൂടി അതിൽ വരും. ഇവിടെ അതാ വന്നിട്ടുള്ളത്, ഫ. അതായത് വെള്ളത്തിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഫ എന്നിട്ട്, അതിന് തൊട്ടു ശേഷം എന്നർത്ഥം. ജഅൽനാഹു, ജഅല നമ്മൾ പല ആവർത്തി പഠിച്ച പദമാണ്, ആക്കി. ജഅൽനാ, നാം ആക്കി. ടെൻസ് മാറിയിട്ടില്ല, ആക്കുന്നു എന്നാക്കിയിട്ടില്ല. ആക്കുന്നു എന്നാണെങ്കിൽ തുടക്കത്തിൽ ഒരു അക്ഷരം അധികം വരികയായിരുന്നു ചെയ്യുക. ഖലഖ എന്നതിന്റെ തുടക്കത്തിൽ യഖ്ലുഖു അല്ലെങ്കിൽ നഖ്ലുഖു എന്ന് വന്നപ്പം സൃഷ്ടിക്കുന്നു എന്നായി. ഇവിടെ ജഅല എന്നതിന്റെ തുടക്കത്തിൽ ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ അവസാനം ജഅൽനാ, അവസാനം നാ ചേർത്തു. അപ്പൊ എന്തായി? ടെൻസ് മാറിയിട്ടില്ല, ആക്കുന്നു എന്നായിട്ടില്ല, ആക്കി തന്നെയാണ്. പക്ഷെ ആരാണ് ചെയ്യുന്നത്? നാം ആക്കി. ജഅൽനാഹു, ആദീനെ എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തെ എന്നാണ് ഉദ്ദേശിച്ചത്. ആ വെള്ളത്തെ നാം ആക്കി. എവിടെ ആക്കി? ഫി ഖറാർ. ഖറാർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് താവളം എന്നൊക്കെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഒരു സാധനം ചെന്ന് സ്ഥിരമായി നിൽക്കുന്ന ഒരു സ്ഥലം എന്നാണ് അതിന്റെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ മാറുമൊന്നുമില്ല, എങ്ങോട്ട് പോകുന്നൊന്നുമില്ല, അവിടെ തന്നെ സ്ഥിരമാക്കി ഉറച്ചു നിൽക്കുക. ഈ ഖറാറുള്ള ആള് എന്ന് പറഞ്ഞാൽ ഒരു സബാത്തുള്ള ആള്, ഒരു സ്ഥിരത ഉള്ള ആളിതാ. ഖറാർ ഇല്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ഉറപ്പില്ല, അവിടെ തന്നെ നിന്നോളന്നില്ല, ഒരു ഉറപ്പില്ല. ഖറാർ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇങ്ങനെ ഒരു താവളമാക്കി മാറ്റുക, സ്ഥിര താവളമാക്കി മാറ്റുക. അതിനാണ് ഖറാർ എന്ന് പറയാ അങ്ങനത്തെ സ്ഥലത്തിനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥക്കാണ്.
പടച്ചോൻ ഈ വെള്ളത്തെ പിന്നെ അങ്ങനെ ഒരു 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 സ്ഥിരമായിട്ട് ഒരു മാറ്റില്ലാത്ത ഒരു ഉറച്ച ഒരിടത്ത്, അതും മക്കീനായിട്ടുള്ള, എങ്ങനെയുള്ള കറാറിലാണ് കറാറിനെയും വിശേഷിപ്പിച്ചിട്ടുണ്ട് മക്കീനായിട്ടുള്ള. മക്കീൻ എന്ന് പറഞ്ഞാൽ, മക്കാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ഥലം എന്നാ. മക്കീൻ എന്ന് പറഞ്ഞാൽ സ്ഥലമുള്ള എന്നോ അല്ലെങ്കിൽ വിശാലമായ എന്നോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ എന്നോ ഒക്കെ നമുക്ക് പറയാം. ഇത് നമ്മളെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, മനുഷ്യനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഈ കറാർ എന്ന് പറയുന്നത് എവിടെയാണ്? വെള്ളം എന്ന് പറയുന്നത് പുരുഷനിൽ നിന്ന് വരുന്ന ഇന്ദ്രിയ തുള്ളിയാണ്. അത് എത്തിച്ചേരുന്നത് സ്ത്രീയുടെ ഗർഭാശയത്തിലാണ്. അത് അവിടെ ചെന്നിട്ട് ഒരിടത്ത് ഉറച്ചു നിൽക്കണം. അതിങ്ങനെ അവിടുന്ന് ചലിച്ചു കളിക്കേണ്ടതല്ല. അതിനൊരു സ്ഥാനം ഉണ്ടാവണം. ആ സ്ഥാനത്ത് പടച്ചവരെത്തിച്ചു. ആ സ്ഥാനമാണെങ്കിൽ അവിടുന്ന് വളരേണ്ടതാണത്. ആ വളർച്ചക്ക് അനുഗുണമായ രൂപത്തിലുള്ള ഇടമാവണം അത്. അതിന് പറ്റിയ ഒരു ഇടമാവണം, അതിന് സൗകര്യപ്രദമായ ഒരു ഇടമാവണം. അങ്ങനെയൊക്കെയാണ് പടച്ചവൻ സംവിധാനിച്ചിട്ടുള്ളത്. അല്പം കൂടെ വിശദമായിട്ട് നമ്മളൊക്കെ ഇത് പഠിച്ച ആളുകളിൽ നിന്ന് മനസ്സിലാക്കുകയും വായിക്കുകയൊക്കെ ചെയ്യേണ്ട വിഷയമാണ് പടച്ചവന്റെ ഈ പ്രയോഗം എന്താണ് എന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നല്ല, ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും ഒരു അറബിക്കും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് കൃത്യമായിട്ട് മനുഷ്യന്റെ ഗർഭപാത്രത്തിനുള്ളിലുള്ള വളർച്ചയെക്കുറിച്ച് പറയാൻ പറ്റുന്ന സമയമല്ല ആ കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അറബികൾക്ക് മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ നടക്കുന്ന വളർച്ചയെക്കുറിച്ചൊന്നും അങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ മാത്രം സാങ്കേതിക വിദ്യയും വളർന്നിട്ടില്ലാത്തൊരു കാലമാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗർഭപാത്രത്തിലുള്ള മനുഷ്യന്റെ വളർച്ചയെക്കുറിച്ചും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഒരിക്കലും അക്കാലത്ത് ഒരു മനുഷ്യന് നടത്താൻ പറ്റിയ രൂപത്തിലുള്ള സംസാരമല്ല അത്. മനുഷ്യന്റെ സൃഷ്ടാവ് അള്ളാഹുവിന്റെ കലാമാണത്. അതുകൊണ്ട് തന്നെ അതിസൂക്ഷ്മമായ പ്രയോഗങ്ങളും ആയിരിക്കും. ആ പ്രയോഗങ്ങൾ എത്രത്തോളം കൃത്യമാണ്, അന്യൂനമാണ്, എത്രത്തോളം സൂക്ഷ്മമായ പ്രയോഗങ്ങളാണ് എന്നറിയണമെങ്കിൽ ഈ പ്രയോഗങ്ങളെ ഖറാറും മക്കീൻ, ഒരു സൗകര്യപ്രദമായ ഒരു ഉറച്ചു നിൽക്കുന്ന ഇടം, ഒരു താവളം എന്ന പ്രയോഗത്തെയൊക്കെ നമ്മൾ സൂക്ഷ്മമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും അള്ളാഹു പറയുന്നത്, നിങ്ങളെ നാം നിസ്സാരമായ അല്ലെങ്കിൽ ദുർബലമായ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചില്ലേ എന്ന് ചോദിച്ചതിനു ശേഷം എന്നിട്ട് ജഅൽനാഹു, അതിനെ നാം ആക്കി, ആ വെള്ളത്തെ നാം ആക്കി, ഫി ഖറാരിൻ മക്കീൻ, സൗകര്യപ്രദമായ വിശാലമായ ഒരു താവളത്തിൽ എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതിൽ പാരായണവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ, ഒന്ന്, അലം നഖ്ലുഖ്, അവിടെ ഒരു കാഫ് ഉണ്ട്, സാക്കിനായി വന്ന കാഫ്. സാധാരണ കാഫ് സാക്കിനായി വന്നാൽ കൽക്കലത്ത് നടത്തണം എന്നാ പറയാറുള്ളത്. കൽക്കലത്ത് എന്ന് പറഞ്ഞാൽ ആ ശബ്ദം കൃത്യമായിട്ട് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നാവിന്റെ പിൻഭാഗം മുകളിൽ തട്ടുമ്പോഴാ കാഫിന്റെ ശബ്ദം വരാം, നമ്മൾ പറഞ്ഞു വെക്കാൻ കിട്ടും. പക്ഷെ അവിടെ തട്ടി നിർത്തിയാൽ, അവിടെ തട്ടിച്ചവിടെ നിർത്തിയാൽ ആ ശബ്ദം ശരിക്കും വരില്ല. അത് ഇളക്കണം. ആ നാവ് അവിടെ നിന്ന് ഇളക്കുമ്പോഴേ ആ ശബ്ദം വരുള്ളൂ കൃത്യമായിട്ട്. അതിനെയാണ് കൽക്കലത്ത് എന്ന് പറയാം. ഒരു തരത്തിലുള്ള ചലനമാണ്, ഇളക്കലാണ് കൽക്കലത്ത് എന്ന് പറയുന്നത്. ശരിക്കും സുക്കൂൻ എന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്കല, ഇത് അടക്കി നിർത്തല്ല, ഇളക്കലാണ്. അതാണ് ശരിക്കും കൽക്കലത്ത്. നഖ്ലുഖ്, അങ്ങനെയാണ് ശരിക്ക് കാഫ് സുക്കൂനായി വന്നാൽ പറയേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ കാഫിനെ അതിന് ശേഷം ഒരു ക്യാഫ് ഉണ്ട്, ഹർക്കത്തുള്ള ക്യാഫ്, കു, അതിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. പൂർണ്ണമായിട്ട് അങ്ങ് ചേർത്താൽ മതി. അപ്പൊ നഖ്ലുഖ് എന്ന് പറയണ്ട, കൂലേക്ക് ആ ഖിനെ ചേർത്താൽ കു ഡബിൾ ആവും, ഇരട്ടിക്കും. നഖ്ലുക്കും, ഖ് പറയേ വേണ്ട, നഖ്ലുക്കും. ഖാഫിനെ ക്യാഫിലേക്ക് ഇദ്ഗാം ചെയ്യാണ്, ലയിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കേണ്ടത്. മുത്തഖാരിബുകളായ അക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണ് അടുത്തടുത്ത് മഖ്റജുള്ള അക്ഷരങ്ങളെ. പിന്നെ ചില പണ്ഡിതന്മാർ അത് പൂർണ്ണമായി ലയിപ്പിക്കേണ്ടതില്ല, ഇസ്തിഅലാ എന്ന് പറയുന്ന ഖാഫിന്റെ വിശേഷണത്തെ നിലനിർത്തിക്കൊണ്ട് ലയിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ സാധാരണ പിന്തുടരുന്ന പാരായണ നിയമം അനുസരിച്ച് ഖാഫിനെ നമ്മൾക്ക് പൂർണ്ണമായിട്ട് കാഫിലേക്ക് അങ്ങ് ലയിപ്പിക്കാം. നഖ്ലുഖ്
നഹ്ലുക്കും. അപ്പൊ ക്ക് പറയേല്ല, പകരം കാഫ് ഇരട്ടിപ്പിക്കും. നഹ്ലുക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മീമിന് ശബ്ദ വന്നു അവിടെ മണിക്കുക. പിന്നെ മിൻ കഴിഞ്ഞ് അവിടെ ഒരു മീ കഴിഞ്ഞിട്ടൊരു സാക്കിനായ നൂനുണ്ട്, മിൻ. ആ നൂനിനെ മീമിലേക്ക് പൂർണ്ണമായി ലയിപ്പിക്കുക, ഇദ്ഗാം ചെയ്യുക. മുന്നത്തും ഉണ്ടാവും കേട്ടോ, മുഴക്കം ഉണ്ടാവും മൂക്കിലൂടെയുള്ള. മിമ്മ. അവിടെ മാന്നുള്ളത് ശേഷം വന്നിരിക്കുന്ന അക്ഷരം നോക്കിയാൽ നിങ്ങൾക്കറിയാം ഹംസയാണ്. ദീർഘിപ്പിക്കണം സാധാരണയിൽ അധികം. ഹംസ വന്നാൽ 4 ഹറക്കത്ത് ദീർഘിപ്പിക്കണം. അത് തന്നെ ആ ഹംസ അതേ പദത്തിലാ. അതുകൊണ്ട് മാ എന്നത് ഒറ്റ പദാണ്. ദൈർഘ്യവും ഹംസയും ഒരേ പദത്തിലായതുകൊണ്ട് നിർബന്ധമായും ദീർഘിപ്പിക്കണം. പിന്നെ മഹീൻ. ഹീ എന്നുള്ളത് നമ്മൾക്ക് 6 വരെ ഹറക്കത്ത് ദീർഘിപ്പിക്കാം. ശേഷം വരുന്ന നൂനിന് സുക്കൂൻ ആയതുകൊണ്ടല്ല, നമ്മൾ സുക്കൂൻ വഖഫ് ചെയ്യാൻ വേണ്ടി സുക്കൂൻ ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും സുക്കൂൻ അല്ലാത്തതുകൊണ്ട് നിർബന്ധമല്ല, പക്ഷേ സുക്കൂൻ വരുന്നത് കൊണ്ട് 6 ഹർക്കത്ത് വരെ ദീർഘിപ്പിക്കാം. പിന്നെ അടുത്ത ആയത്തിൽ ഫജഅൽനാഹു ഫീ ഖറാരിൻ. അവിടെ ഖറാരിൻ എന്ന തൻവീനിനെ അതിനുശേഷം വരുന്ന മാലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം, ലയിപ്പിക്കണം. ഏതുപോലെ മിൻ എന്നതിലെ സാക്കിനായ നൂനിനെ ശേഷം വരുന്ന മായിലേക്ക് ഇദ്ഗാം ചെയ്തതുപോലെ ഖറാരിൻ എന്ന തൻവീനിനെ മക്കീൻ എന്നതിലെ മീമിലേക്ക് ലയിപ്പിച്ചിട്ട് മണിച്ചോദണം. ഇദ്ഗാം ഉന്നത്തോടു കൂടെ ചെയ്യണം. ഖറാരിൻ മക്കീൻ. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ മക്കീ എന്നുള്ളത് 6 ഹറക്കത്ത് വരെ ദീർഘിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൂടുതലായിട്ട് പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമ്മൾക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.